ഡേ 5 വളരെ മോശമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ച് പ്ലാൻഡ് ആയിട്ടെല്ലാം മൂവ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അന്ന് ദിവസം അടിപൊളിയായിട്ട് പോയി. രാവിലെ തന്നെ നേരെ ആലപ്പുഴയിൽ നിന്ന് നേരെ ചോറ്റാനിക്കര ഞാനും വൈഫ് കുട്ടിയും കൂടി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി കഴിഞ്ഞ് ഒരു നട അടയ്ക്കാറായി 11:45 ആയി. ശിവേലി വരുന്നു. അത് കണ്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ശിവേലി കണ്ടിട്ട് ഉള്ളിൽ കയറി തൊഴുതു. നല്ല വൃത്തിയായിട്ട് തൊഴാൻ പറ്റി. ബന്ധായിരുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അതിനുശേഷം നേരെ പോയി അന്നദാനം കഴിച്ചു. സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു. തണ്ണീർമുക്കം ബണ്ടിലൊരു ബോട്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് ചെറുക്കനെ കൊണ്ട് നേരെ ചേർത്തലയിലൊരു പാർക്കുണ്ട്, അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ പോകാൻ പറ്റിയ, പിള്ളേരും കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ്. വലിയ റേറ്റൊന്നുമില്ല, അത്യാവശ്യം ചീപ്പാണ്. പൂളൊക്കെ ഉണ്ട്, ഇൻസൈഡ് ഒരു പൂളുണ്ട്, കംഫർട്ടബിളാണ്. കൊള്ളാം, നൈസായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമൊന്നും അല്ല അവിടെ പോകുന്നത്, 1-2 വട്ടം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഒരു സ്വിമ്മിങ് കോച്ചുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് കുറച്ച് സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ജിമ്മില്ല. ഈവനിങ് ടൈം തന്നെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. ജിമ്മില്ല. എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് 2 hours എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ പൊതുവെ ജിമ്മില്ലാത്തവർക്ക് അതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അവർക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു ദിവസം എക്സസൈസ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും നോക്കില്ല, നേരെ നടക്കാൻ പോയി. ഒരു 6 കിലോമീറ്റർ നടന്നു. ഒരു 50 നമ്പേഴ്സ് വെച്ചൊരു 10 സെറ്റ്സ് പുഷപ്പ് ചെയ്തു. അങ്ങനെ ഒരു 500 പുഷപ്പ് ചെയ്തു. തിരിച്ച് നേരെ വീട്ടിൽ വന്നു. ഹൈ പ്രോട്ടീൻ മീൽ എടുത്തു, കിടന്നു.